അസ്സലാമു വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാവുദ്ദീൻ. സോഷ്യൽ മീഡിയയിൽ ചില ആളുകൾ അമിതമായിട്ടുള്ള പ്രതിഷേധവും വിമർശനങ്ങളും പരിഹാസ്യങ്ങളും പുച്ഛങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നലകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ. എന്നാൽ പോലും അത് അഭിനയിച്ചും കുറെ യൂട്യൂബർമാരും ഒക്കെ ഇങ്ങനെ ആർമാദിക്കുകയാണ്. എന്തെന്നാ കഥ എന്ന് ചോദിക്കുമ്പോൾ അല്പമെങ്കിലും ഏതെങ്കിലും ഒരു വിഷയം അതിന്മേൽ ഏതെങ്കിലും അതിന്റെ ഒരു ബാലപാഠം അറിയോ എന്ന് ചോദിച്ചാൽ അറിയുക പോലുമില്ല. എന്നാലോ ഞങ്ങൾ ഭയങ്കര ഇസ്ലാമിസ്റ്റുകളാണ്. എന്താ സംഭവം എന്ന് പറയാം, ലോകം ശ്രദ്ധിക്കുന്ന പണ്ഡിതനായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി, മഹാനവറുകൾ പറഞ്ഞു, പരിശുദ്ധ റസൂലിന്റെ ഷാർ മുബാറക്കായ മുടി അല്പം വളർന്നു എന്ന് പറഞ്ഞപ്പോ കാടിറങ്ങി, മലയിറങ്ങി, ചാടി ഓടി സോഷ്യൽ മീഡിയയിലും അല്ലാത്തവർക്കൊക്കെ വാളും പരിചയമൊക്കെ എടുത്ത് അമ്പുബില്ലൊക്കെ എടുത്ത് കത്തിയെടുത്തൊക്കെ മന്ത്രിക്കണം. ആരാണ് ഞങ്ങൾ ഈ 21-ാം നൂറ്റാണ്ടിൽ? ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഞമ്മന്റെ ആൾക്കാർ തന്നെ ഉണ്ടാ, നമ്മൾ മുസ്ലിമാണ്, നമ്മൾ അതിന്റെ ആളാണെന്നൊക്കെ പറയും ചെയ്യും. എന്റെ യുക്തിക്ക് അത് യോജിക്കണില്ല, അങ്ങനൊന്നും. എന്ത് കഥയാണ് അബൂബക്കർ പറയണത്? അങ്ങനെ കുറെ ആൾക്കാർ. അതുപോലെ വഹാബികള്, നിരീശ്വരവാദികള്, യുക്തിവാദികള്, നിർമ്മതവാദികൾ, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചാടി ഓടി വന്നിക്കുക. എന്താ ഇത് കഥ? എന്നാ ഇതിനെക്കുറിച്ച് വല്ല അറിയോ? ഒരു ചുക്കും അറിയില്ല. അറിയാതെ ഇങ്ങനെ വന്ന് വിമർശിക്കുമ്പോൾ നമുക്ക് ഇവരോട് സഹതാപമല്ലാതെ മറ്റൊന്നും തോന്നുന്നില്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള പരിശുദ്ധ റസൂലിന്റെ ആധാറുകളും മുഅ്ജിസത്ത്, കറാമത്തുകളും ഔലിയാക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആരോടെ സമ്മതിക്കേണ്ടത്? വഹാബിയോടോ? മൗദൂദി? അതല്ല നിരീശ്വരവാദി, നിർമ്മതവാദി, സ്വതന്ത്ര ചിന്താഗതിക്കാരൻ, അല്ലെങ്കിൽ ഞമ്മന്റെ യുക്തിക്ക് അങ്ങോട്ട് യോജിക്കണില്ല എന്ന് പറയുന്ന നമ്മളെ ഇടത്തിപ്പെട്ട ആളുകൾ ഇവരോടൊക്കെയാണോ സമ്മതിക്കേണ്ടത്? നല്ല കഥയായി. ഇത് പറയാനാണ് ഈ എപ്പിസോഡ് ഈ സ്ഥാപനങ്ങളും പണ്ഡിതന്മാരെ വാർത്തെടുത്തതും ഒക്കെ. അതാണ് ഈ ശരിയായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. പരിശുദ്ധ റസൂലിന് കറാമത്തുണ്ട്, മുഅ്ജിസത്തുണ്ട്, അത് പറയണ്ടേ? അള്ളാഹിന്റെ പ്രവാചകൻ. ഞാൻ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഈ യുവത്വത്തിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇപ്പം ഈ മുടി വളരുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. അബൂബക്കറിലേക്ക് എന്തിന്റെ കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കാൻ? അതെല്ലാം തട്ടിപ്പാണ്, വ്യാജമാണ്, ജനങ്ങളെ ചൂഷണം ചെയ്യണമെന്നൊക്കെയല്ലേ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് സഹാബത്തിന് കുടിക്കാൻ വെള്ളമില്ലാണ്ടായപ്പോ, സഹാബത്ത് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ റസൂലിന്റെ കൈയിന്റെ വിരലിലൂടെ വെള്ളം നിർഗളിച്ച് ഒതുകൊടുക്കുവാനും കുടിക്കുവാനും വേണ്ടി കൊടുത്ത ചരിത്രം ഇസ്ലാമിലുണ്ടോ ഇല്ലേ? നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? പരിശുദ്ധ ഖുർആൻ നിങ്ങൾ അംഗീകരിക്കുമോ? മൂസാ നബിയുടെയും സുലൈമാൻ നബിയുടെയും ഈസാ നബിയുടെയും ഒക്കെ ഒരുപാട് വലിയ വലിയ മുഅ്ജിസത്തുകൾ, കറാമത്തുകളെ കുറിച്ച് പറയപ്പെടുന്നത് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? നിങ്ങൾ ആദ്യം പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം അതിന്റെ വിശദീകരണമായ ഹദീസ് പഠിക്കുക. ബുഖാരി, മുസ്ലിം മഹാനവറുകളായിട്ടുള്ള പണ്ഡിതന്മാർ എഴുതി വെച്ച, ലോകം അംഗീകരിച്ച ഗ്രന്ഥമാണ്. ഇതെല്ലാം വിശ്വസിക്കുകയും ഈമാൻ കാര്യം, ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണ് ഖുർആന്, അതുപോലെ തന്നെ പരിശുദ്ധ റസൂലിനെയും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുത്തക്കിയായ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ കടമ എന്ന് പറയുന്നത്. അതാണ് ശരിയായ വിശ്വാസി. എന്നല്ലാതെ എനിക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല, ഏതംഗീകരിക്കാൻ പറ്റില്ല, എന്നാ അതിനെക്കുറിച്ച് ഓൻക്കും വല്ലതും അറിയോ? ഒന്നും അറിയില്ല. എന്നാ നമുക്ക് നോക്കാം, ആരെങ്കിലും ആ വിഷയത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പഴയകാല പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം AP ഉസ്താദ് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ മനുഷ്യർക്ക് എന്തിന്റെ സൂക്കേടാ, ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? 1500 വർഷങ്ങൾക്ക് മുമ്പ് വർഷമായിട്ട് വഫാത്തായി പോയ അള്ളാഹുവിന്റെ റസൂലിന്റെ ഷാർ മുബാറക്ക് ഇപ്പൊ വളർന്നിക്കണു, മർക്കസിലിരിക്കുന്ന മുടി വളർന്നിക്കണു എന്ന് പറഞ്ഞാൽ എന്താ കഥ? നമുക്കൊക്കെ ഇങ്ങനെ കേട്ടിട്ട് വല്ലാത്തൊരു അവസ്ഥ. ഞങ്ങളൊക്കെ ഇത് കേട്ടിട്ട് മറുപടി പറയാൻ പറ്റാതെ നിങ്ങൾ പഠിക്ക് ചങ്ങായിമാരെ. അപ്പം ആ വിഷയത്തെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പന്തിരായ മൗലാന പേരൂട് അബ്ദുറഹ്മാൻ ഉസ്താദ് ആ പണ്ഡിതന്മാർ പറഞ്ഞ വിഷയം പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ല ഉസ്താദ് പറയുന്നതാണല്ലോ അതിന്റെ. എന്റെ ഹയാത്ത് നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ വഫാത്തും ഖൈറാണ്. നിങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് കാണിക്കപ്പെടുന്നുണ്ട്. നിങ്ങൾ നല്ല കാര്യം ചെയ്തത് കാണുമ്പോൾ ഞാൻ അൽഹംദുലില്ലാ പറയും. തെറ്റിയത് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പഠിച്ചവനോട് റെക്കമെൻഡ് ചെയ്യും. അവിടെ നിന്നും ഹയാത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇമാം അബ്ദുൽ ഗനി അബ്ബാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ജുസുക്കൾക്കും ഹയാത്തുണ്ട്. അബ്ദുൽ ഗനി അബ്ബാസി റളിയല്ലാഹു അൻഹു അവരെ കിതാബാണിത്, കിതാബുൽ ലീലയാണിത്. അതേ പേരോടെ എഴുതിച്ചതല്ല. 1050 ജനിച്ചു, 1143 വഫാത്തായി. അതേ 100 കിതാബ് എഴുതിയ ഇമാമാണ് അബ്ദുൽ ഗനി അബ്ബാസി റളിയല്ലാഹു അൻഹു. ഈ
കിതാബിൽ അതാ പറഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖനി നാബൽസി റളിയല്ലാഹു അൻഹുവിനോട് ഇന്ത്യയിലെ ഒരു പണ്ഡിതൻ ആ പണ്ഡിതന്റെ അനുഭവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മദീനയിൽ വെച്ച് പറഞ്ഞപ്പോൾ റസൂലിന്റെ സഹർ മുബാറക് അന്നഹാ തതൂലുനാണ്, നിശ്ചയമായും അത് തേടുന്നു. വയതവല്ലദു ബിന്നാശബ്, അതിൽ കബര് കൊട്ടുന്നു. വൈറുഹാ, വേറെ കബര് കൊട്ടുന്നു. അപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോ ഓ മൗലവി അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, ഏതോ കാലഘട്ടത്തില് മഹാന്മാരായ വലിയ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എ പി ഉസ്താദ് ഇപ്പം പറഞ്ഞതല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എ പി ഉസ്താദ് എന്ന് പറയുന്നത് 90 വയസ്സ് പിന്നിട്ടിരിക്കുന്ന മനുഷ്യനാണ്. ലോകം ശ്രദ്ധിക്കുന്ന, ലോകത്തുള്ള വിശിഷ്യ അറബ് രാജ്യങ്ങളിൽ മതപണ്ഡിതന്മാരുമായി ഭരണകൂടവുമായി ഒക്കെ വലിയ ബന്ധമുള്ള മനുഷ്യനാണ്. ഇസ്ലാമുമായിട്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായി അവതരണം നടത്തുന്ന ആളുകളുമായിട്ട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന വലിയ ഒരു മഹാമനുഷ്യൻ. അത് വെറുതെ എന്തെങ്കിലും വിളിച്ച് മൈക്ക് കിട്ടി പറയുന്നതല്ല. അംഗീകരിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എന്തിനാണ് ഈ ബേജാറി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് അംഗീകരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന സമൂഹമുണ്ട്. അവരോടാണ് വന്നിരായ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യും. കാരണം പരിശുദ്ധ റസൂലിന് മോചിതത്തുണ്ട്. ആ തിരുശേഷിപ്പുക്കളായിട്ടുള്ള മഹാനവറുകളുടെ നിക്തങ്ങളുടെ മുടി അതിന് വളർച്ചയുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുന്ന വിശ്വസിക്കുന്നവരാണ് ഈ ലോകത്ത് ഉള്ള മനുഷ്യർ. അതാണ് യഥാർത്ഥ അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ രൂപം എന്ന് പറയുന്നത്. ഇനി ഈ വർത്തമാന കാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞുകൊള്ളാമെന്ന് ചോദിച്ചാൽ ഈജിപ്തിലുള്ള ഒരു പണ്ഡിതന് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. زال ينمو تحطها كده تلاقيها اتشعبت وطالت، فالشعرة بتتقسم 2 وكل واحدة منهم بعد كده بتتقسم 2. ده رأينا بأعيننا أن شعر رسول الله ينمو. എന്താ പറയുന്നത് അദ്ദേഹം? പരിശുദ്ധ റസൂലിന്റെ ആ ഷഹർ മുബാറക്ക് വളരുന്നത് കാണുന്നുണ്ട്, കാണാൻ പറ്റും എന്ന് കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വർത്തമാന കാലഘട്ടത്തിലാണ് പറയുന്നത്. അപ്പോ ഞാൻ മറ്റൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. ഈ വഹാബികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം അവർക്കാണ് ഈ പ്രയാസമുള്ളത്. ആ വഹാബിയുടെ നേതാവായിട്ടുള്ള ഹുസൈൻ സലഫി പറയുന്ന ചില കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം. അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പ്, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്ത്രം, അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന നഖം, അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ, അവിടുത്തെ ശരീരത്തെ എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ ആള് പറഞ്ഞത്? ബോഡി വേസ്റ്റ്. ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ബോഡി വേസ്റ്റ്. ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത്? ജമാഅത്തുകാരാണോ? ജമാഅത്തുകാർക്കത് പണ്ടേ ബോഡി വേസ്റ്റാണ്. ചേകന്നൂരികളാണോ? അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ്. പിന്നെയോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ? അവർക്കും സാധിച്ചില്ല. കാരണം അവരും തബറുക്കിനെ നിഷേധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയാണെങ്കിൽ പോലും അതിനൊരു ബറക്കത്തുമില്ല എന്നാണ് അവരും എഴുതിവിട്ടിട്ടുള്ളത്. അതെ, നമ്മൾ മനസ്സിലാക്കണം. ഹദീസ് നിഷേധത്തിന്റെ നാമ്പ് ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉള്ള യാഥാർത്ഥ്യങ്ങളെ പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്നൊരവസ്ഥ പലർക്കും ഇന്ന് ദഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ടോ? ഉണ്ട് സഹോദര, ഉണ്ട്. സഹാബിമാരത് ബറക്കത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്, അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. അത് പറയുന്നതിൽ ഒരു ലജ്ജയും നമുക്ക് വേണ്ടതില്ല. മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ. അത് പറയുന്നതിന് ഒരു ലജ്ജയും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് അത് പറയാൻ തന്നെയാണ് ആ മർക്കസും നോളജ് സിറ്റിയും അതിലെ സംവിധാനങ്ങളും 10,000 കണക്കിന് പണ്ഡിതന്മാരെയും ആ വന്നിരായ ഉസ്താദ് വാർത്തെടുത്തിട്ടുള്ളത് പറയുക തന്നെ ചെയ്യും. ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അങ്ങോട്ട് മാറി നിൽക്കുക എന്ന് പറയാനുള്ളൂ. പിന്നെ നിങ്ങൾ ഇസ്ലാമിന്റെ എല്ലാതും ഇങ്ങനെ വല്ലാണ്ട് ഏറ്റെടുത്തിട്ട് ഞങ്ങളൊക്കെ ഭയങ്കര ഇസ്ലാമാണെന്ന് പറഞ്ഞു നടക്കേണ്ട. ആ ഇസ്ലാമിന്റെ എന്ത് കഥയാണ് നിങ്ങളിലുള്ളത്? നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് വല്ല പഠിച്ചിക്കണോ? പഠിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള വിമർശനങ്ങളും പരിഹാസ്യങ്ങളും യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടൊന്നും വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും നിങ്ങൾ ചെയ്യൂലല്ലോ. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തറിയാം? മഹാന്മാരുടെ കറാമത്തുകളെ കുറിച്ച്, അമ്പിയാക്കളുടെ മുഅ്ജിസത്തിനെ കുറിച്ച് എന്തറിയാം? ഒരു വസ്തുവും അറിയില്ല എന്ന് മാത്രമല്ല, ആ അറിവില്ല എന്നുള്ള തിരിച്ചറിവ് പോലും ഇവിടെ ഇല്ല എന്നുള്ളത് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനങ്ങൾ ഒക്കെ വന്നു നോക്കുന്ന സമയത്ത് ഞാനാണ് മൂപ്പൻ, നരിമൂപ്പൻ, എന്റെ യുക്തിയാണ് വലുത്, ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെ ഇസ്ലാം വരണം. നിങ്ങളുടെ ചിന്തക്കനുസരിച്ച് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ, നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ
ചിട്ടപ്പെടുത്താനുള്ളതല്ല പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ആ ഹദീസും അള്ളാന്റെ റസൂലിന്റെ കറാമത്തും മുഅ്ജിസത്ത് ഔലിയാക്കളുടെ വിഷയങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങ് അല്പം മാറി നിൽക്കാം. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുക. അതല്ല എങ്കിൽ പഠിച്ച് നല്ല രീതിയിൽ സംബന്ധിക്കുക. അസഭ്യവും പരിഹാസ്യവും പറയുന്നതിന് ഒരു പരിധി വേണം. അതിർവരമ്പ് വിട്ട് നിങ്ങൾ എന്തെല്ലാമാണോ ആഭാസത്തരങ്ങൾ പറയുന്നത് അതിലേക്ക് എത്തുന്നത് തികച്ചും അപലപനീയമായ ഒരു വിഷയം തന്നെയാണ്. അള്ളാന്റെ റസൂല് ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്ത മുഅ്ജിസത്ത്, കൈയിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത് സഹാബത്ത് കുളിച്ചതും ഒതുവെടുത്തതും ഒക്കെ, അങ്ങനെ തുടങ്ങി പ്രവാചകനെ മൂത്രമൊഴിക്കാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ നിന്ന് ഒരു മരം അടുത്ത് വന്ന് മറയായി നിന്ന് കൊടുത്ത മുഅ്ജിസത്ത്, ഇത് അംഗീകരിക്കൂല എന്ന് ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ അവരെ നമ്മൾ എന്താണ് പറയേണ്ടത്? അത് ലോകം അംഗീകരിച്ച, ഇസ്ലാം അംഗീകരിച്ച കിതാബും പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതാണ്. ലോകത്ത് അംഗീകരിക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ബുഖാരി, മുസ്ലിം. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവ വികാസങ്ങളെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം എന്ന് നിങ്ങളെ ഓരോ ആളുകളും മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോ ഈ സംസാരിച്ച ഹുസൈൻ സലഫിയെ വിമർശിക്കുന്ന വേറൊരു മുജാഹിദിനെ കാണിച്ചുതരാം. ഇവര് ഈ ആദർശത്തിന്റെയും തൗഹീദിന്റെയും ഒക്കെ വിഷയത്തിൽ അടിപിടി കൂടി എത്രയാണ്ട് ഗ്രൂപ്പായി മാറിയ ടീമാണ്. അപ്പൊ അനസ് മൗലവി എന്ന് പറയുന്ന ഒരു വ്യക്തി, അത് വേറെ ഗ്രൂപ്പാട്ടോ. എന്നിട്ട് ഈ മൂപ്പരാളൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ അള്ളാന്റെ റസൂലിന്റെ ഷാർ മുബാറക് അതൊക്കെ ബർക്കത്ത് എടുക്കണമെന്നൊക്കെ മൂപ്പരാൾ പറഞ്ഞല്ലോ. ഇനിയിപ്പം അതിന് ആ വ്യക്തിക്കെതിരെ പറയുന്ന ഒരാളെ നമുക്ക് നോക്കാം. മനസ്സിലാക്കണം എന്റെ സഹോദരങ്ങളെ, മാന്യ സഹോദരങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് എന്താ സെക്രട്ടറി, ചെറിയ വിഷയമല്ല. നമ്മൾ മടവൂരിസത്തെ കേരളത്തിന്റെ മണ്ണിൽ ഇന്നതാണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ഇത് മടവൂരിസത്തെക്കാൾ കടകെട്ട സാധനമാണ് ഈ ജിന്നുവാദം എന്നുള്ളത്. ഇനി കേട്ടോ എന്നറിയോ? ഇത് കേട്ടോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്. ഇത്തരം ദൃഷ്ടാന്തങ്ങൾക്ക് പുറമെ അള്ളാഹുവിന്റെ റഹ്മത്ത് അഥവാ അനുഗ്രഹങ്ങൾ എന്ന നിലയിലുള്ള ചില ദൃഷ്ടാന്തങ്ങളും പ്രവാചകന്മാരുടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഞാൻ ചുരുക്കി വായിക്കാൻ വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. എല്ലാം കൂടി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ചുരുക്കി വായിച്ചുതരാം കേട്ടോ. സ്വഹാബത്ത് വെള്ളമില്ലാതെ വലഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈവിരലിലൂടെ ജലപ്രവാഹമുണ്ടായതും സ്വഹാബത്ത് ആവശ്യമായത്ര വെള്ളം ഉപയോഗിച്ചതും ഉൾപ്പെടെ പല അത്ഭുതങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രത്യക്ഷപ്പെടുകയുണ്ടായല്ലോ. ഇത്തരം അത്ഭുത സംഭവങ്ങളിലൂടെയൊന്നും പ്രബോധിത സമൂഹത്തിന് മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല. അതുകൊണ്ട് അതൊന്നും സാങ്കേതികാർത്ഥത്തിൽ മുഅ്ജിസത്തുകളായി പറയാൻ പറ്റില്ല. മനസ്സിലാക്കണം. നിങ്ങൾ ഷാർജ മൗലവി നിങ്ങൾ പാട്ടുപാടിയാൽ തീരുന്ന വിഷയമാണോ? നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ തകർക്കാൻ കൂട്ടുനിന്നവരല്ലേ? അള്ളാഹുവിന്റെ ദീൻ പൊളിക്കാൻ കൂട്ടുനിന്നവരല്ലേ? അത് ഷാർജ മൗലവി മാത്രമല്ല, നിങ്ങൾ എല്ലാവരും കണക്കാ. ദീന് പൊളിക്കാൻ കൂട്ടുനിന്നത് ഈ വഹാബികളും മൗദൂദികളുമാണ്. അപ്പൊ ഒരു കൂട്ടര് പറയാ അതിന് വർക്കത്തുണ്ട് ഒക്കെ ചെയ്യുന്നത്. കാന്തപുരം പറയുമ്പോൾ മാത്രം ചില ആളുകൾക്കൊക്കെ പ്രശ്നമുണ്ട്. ഇപ്പൊ വഹാബികൾ പറയുമ്പോൾ ഒന്നും പ്രശ്നമില്ല. വഹാബികളെ പിന്നാലെ കൂടാൻ ആരുമില്ല. പിസ പറയണ ഇങ്ങനെ സസൂക്ഷ്മം കാതോർത്ത് ഇങ്ങനെ ഇരിക്കുക കുറെ ആളുകൾ. എന്താ ഈ മൊയ്യാരി ഇങ്ങനെയെന്നുള്ളത് ഒന്നുമല്ല, സൂക്കട് വേറെയാണ്. അപ്പൊ ആ സൂക്കട് വേറെയാണെന്നുള്ളത് അതിന് വേറെന്തെങ്കിലും മരുന്ന് പോയിട്ട് കഴിക്കുക, വല്ല തൈലം അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ തലയിലോ മേലൊക്കെ തേച്ചിട്ട് ആ അസുഖം മാറ്റാനേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പച്ചപ്പുല്ലോ എന്തെങ്കിലുമൊക്കെ തിളപ്പിച്ച് ആ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് പോവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പരിഹസിക്കുന്നതല്ല. നിങ്ങൾ എന്തിനാണ് ഇത്തരം വിഷയങ്ങളിൽ മര്യാദക്ക് ആ വിഷയത്തെ പഠിക്കാതെ അതിരി വിട്ട് നിങ്ങൾ പരിഹസിക്കുകയും പുച്ഛിക്കുകയും തെറിയാഭിഷേകമൊക്കെ നടത്തുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തറിയാം? പണ്ഡിത ലോകം എന്ത് പറഞ്ഞു? മുൻകാല പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ, മുജ്തഹിദീങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്നത് പരമ്പരാഗതമായി മഹത്തുക്കളെ പിൻപറ്റി വന്നതാണ്. ഇന്നലകളിൽ പറഞ്ഞ അതിന് മുമ്പ് പറഞ്ഞ അങ്ങനെ പാരമ്പര്യത്തോടെ പിൻപറ്റി എന്റെ പിതാമഹന്മാരായിട്ടുള്ള വല്യപ്പുമാരും ഉമ്മയായിട്ടുള്ളവരും എല്ലാവരും പറഞ്ഞു തന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് അവർക്ക് കിട്ടിയതാണ് ഇസ്ലാം. അത് തന്നെയാണ് ഇസ്ലാം. അത് ഒരിക്കലും തെറ്റിപ്പോകുന്നതല്ല. അതിന് ഫലം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിലും ഹദീസിലും രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അംഗീകരിക്കാത്തവർക്ക് അംഗീകരിക്കാതിരിക്കാം. ലോകത്ത് എത്രയോ മതങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, ഒരുപാട് ജാതി വിഷയങ്ങൾ, അവരുടെ ആചാര കർമ്മങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരു ആചാര അനുഷ്ഠാനങ്ങളുണ്ട്. അതുമായിട്ട് അവർ പോവട്ടെന്നു. അതല്ലാതെ ഒന്നും ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്യാദി വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാതെ പരിഹാസ്യ കഥാപാത്രങ്ങളായി മാറരുത് എന്നാണ് വിനയപുരസരം ഓരോ വ്യക്തികളോടും പറയാനുള്ളത്. ബൈ.